ഒരു കാലത്ത് വളരെ പ്രിയങ്കരനായിരുന്ന എൻ്റെ സുഹൃത്ത് ജോൺ ഒരുമിച്ച് നമ്മൾ ഒരു കയറിൽ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ആ സഞ്ചാരത്തിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്നേഹമസൃണമായ പെരുമാറ്റത്തിനും ബന്ധം നിലനിർത്താനും ഒരു പോറലും ഏൽപ്പിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയ രണ്ട് സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിച്ചില്ല. എനിക്കതിനകത്ത് ദുഃഖമുണ്ട് ശരിക്കും. കാരണം ഞാനും ജോണും ഒരു മുദ്രാവാക്യത്തിന്റെ വക്താക്കളാണ്. കമ്മ്യൂണിസം വേണ്ട. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ ശ്രീ ജോൺ സംസാരിച്ചു. ഇവിടെ ഇത്രയേറെ പടവെട്ടിയ രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ വളരെ അപൂർവമാണ്. എന്റെ ജീവൻ 3 തവണ ബലി കൊടുത്ത അവശേഷിക്കുന്നതാണ് എന്റെ ജീവൻ. എന്റെ 3 കാറുകൾ കത്തിച്ചു. എന്റെ ജീവൻ വിലക്കെടുക്കാൻ, ബോംബെറിഞ്ഞ് തകർക്കാനും കൊല്ലാനും ശ്രമിച്ചു. എന്റെ കൂടെ എനിക്ക് വേണ്ടി ചോരയും നീരും തന്ന 29 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നു. ആ മൃതശരീരം കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി ആ ബോഡി തിരികെ കൊണ്ടുവന്ന് മയ്യഴി പുഴയുടെ തീരത്ത് ഞാൻ റീത്ത് വെച്ച് സ്വീകരിച്ച ഒരു പ്രവർത്തകനാണ്. എന്റെ മനസ്സിൽ കത്തുന്നുണ്ട്. സഞ്ചരിച്ചു പോകുമ്പോൾ 3 കാറ് കത്തുന്നതും ഒരു കാറിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ച എന്റെ ശ്രമം ഇത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. ഉച്ച സമയത്ത് എനിക്കൊരു ചെറിയൊരു നാപ്പുണ്ട്. ഞാനിങ്ങനെ പുറകോട്ട് ചാഞ്ഞു കിടക്കും. പിറ്റേ ഉറങ്ങിപ്പോകും. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ പോകുമ്പോൾ എന്തായാലും ഒരു കല്ലിറങ്ങൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ബാഗ്, ഒരു ചെറിയ നമ്മളെ ബ്രീഫ് കേസ് ഞങ്ങൾ തലക്ക് ബാക്കിൽ വെക്കും, മേലെ സീറ്റിന്റെ മേലെ. അങ്ങനെ ഉറങ്ങി അങ്ങ് പോയപ്പോ ഒരു ബോംബാ പൊട്ടിയത്. ആ ബോംബ് പൊട്ടി എന്റെ ബാക്ക് സീറ്റിന്റെ ബാക്കും ഈ പെട്ടിയുടെ ഭാഗവും ചിതറിത്തെറിച്ചുപോയി. തലക്കകത്തും ശരീരത്തിലുമൊക്കെ ചിതറിത്തെറിച്ച സ്കില്ലുകൾ മുഴുവൻ പെറുക്കിയെടുക്കാൻ 33 ദിവസമെടുത്തു. രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് കമ്മ്യൂണിസം പാടില്ല? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലങ്ങുവെക്കാൻ ഒരു മനുഷ്യന്റെ ശിരസിന്റെ അകത്ത് ബോംബിന്റെ സെല്ലുകൾ കയറ്റി തകർത്തുകൊണ്ടിരിക്കുന്നൊരു വ്യവസ്ഥ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമുണ്ടോ? എന്റെ ചോദ്യവും അതാണ്, ജോണിന്റെ ചോദ്യവും അതാണ്. അവിടെയാണ് ഞങ്ങളെ ഈ യോജിപ്പ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് തന്നെയാണ് ജോണെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുമിച്ച് പോകാനുള്ള ഇടമുണ്ട്, ഒരുമിച്ച് പോകാനുള്ള അവസരമുണ്ട്, ഒരുമിച്ച് പോകാനുള്ള സന്ദർഭമുണ്ട്, ഒരുമിച്ച് പോകാനുള്ള സാഹചര്യമുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കണം. ഞങ്ങൾ തരും. ഒരു തർക്കം വേണ്ട. നമുക്ക് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. വളരെ വിനയത്തോടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അത് ഉൾക്കൊള്ളണം. കാരണം വികാരങ്ങളുടെ ഏകീകരണമാണ് കരുത്ത് എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമുക്ക് മാറാം. ജനമനസ്സിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ശക്തമായ ഒരു പ്രസ്ഥാനമായി നമുക്ക് മാറാം. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ നമ്മൾ തകർക്കേണ്ടതല്ല, നശിപ്പിക്കേണ്ടതല്ല, ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്, തീരുമാനമെടുക്കേണ്ടതാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രസംഗം നിർത്തിയിട്ടില്ല, ആമുഖ പ്രസംഗം നിർത്തിയിരിക്കുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നു, CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലപാടെന്താ? ഇവിടെ തുടങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരായിരുന്നു? ഇവിടുത്തെ അധ്വാനിക്കുന്നവന്റെ, വിയർപ്പൊഴുക്കുന്നവന്റെ, ഭാരം ചുമക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, പട്ടിണി കിടക്കുന്നവന്റെ പാർട്ടിയാണ്.
അവന്റെ താങ്ങും തണലുമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്നോ